വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. നിഷ്കളങ്കരായ കുറെ മനുഷ്യർ ആ പച്ചപ്പിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ചഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം ഒരു അഗ്നിശൈലത്തിനവൾ ജന്മം നൽകി. മാരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികളെവിടെ? കാലനവെന്ന മൃത്യുഞ്ജയനെവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ അശാന്തിയുടെ മേൽ ഇളങ്കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികനെവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികനെവിടെ? പിന്നെ അവനെന്തു സംഭവിച്ചു? നീ കൈ പിടിച്ച് നടക്കുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കും. പിന്നെ എന്റെ കൈവിട്ട് ധൈര്യമായി എങ്ങനെ മുന്നേറണമെന്ന് നിനക്ക് പറഞ്ഞു തരാം. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. വാട്ട് യു മീൻ? പേജ് 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കാം. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ സെ ഖബർ ഹൈ. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവർ KGF കൈയടക്കാൻ കാത്തിരിക്കുകയാണ്. അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗരുഡനെ കൊന്നിട്ട് കണ്ടുനിന്നവരുടെ ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം സൈനികരാക്കി മാറ്റിയത്. 400 പേർ തോക്കും പിടിച്ച് വാനരത്തിന്റെ ആജ്ഞയനുസരിച്ച് കൊല്ലാൻ തയ്യാറായി നിൽക്കുമ്പോൾ 20,000 പേർ നെഞ്ചിൽ ധൈര്യം നിറച്ചുകൊണ്ട് റോക്കിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. പൊയ്ക്കോ, ഒറ്റയ്ക്ക് പോ. വന്നു 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 അവൻ വന്നു വന്നു അവൻ വന്നു അവൻ വന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.